വെട്ടത്തൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ ആരംഭിക്കുന്നത് 1974-ലാണ്. അന്ന് സ്വന്തമായി കെട്ടിടമില്ല. AMUP സ്കൂളിനടുത്തുള്ള ഒരു മദ്രസ കെട്ടിടത്തിലാണ് നമ്മുടെ ഹൈസ്കൂൾ തുടങ്ങുന്നത്. അക്കാലത്ത് പ്രധാന അധ്യാപകൻ്റെ ചുമതല വഹിച്ച ശ്രീ എബ്രഹാം സാറുമായി അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള രാജൻ മാഷ് സംസാരിക്കുകയാണ്. 74-ലാണല്ലോ വെട്ടത്തൂർ വരുന്നത്. അന്നാണല്ലോ അവിടെ സ്കൂളിൻ്റെ ആദ്യത്തെ വർഷമാണ് 1974. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെയല്ല. അന്നത്തെ യാത്രാ സൗകര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമാണ്. സ്വന്തമായി സ്കൂളിന് കെട്ടിടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് അവിടുത്തെ ആദ്യത്തെ HM എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ അനുഭവങ്ങളൊന്ന്. UP സ്കൂൾ ഉണ്ടായിരുന്നതെന്നും പറയാമല്ലോ. ഞാൻ കോട്ടയം ജില്ലയാണ് എൻ്റെ സ്വദേശം. വെട്ടത്തൂർ ഇൻ്റർ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫറിൽ ഞാൻ മലപ്പുറം ജില്ലയിലേക്ക് വന്നു. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തിരുന്നതിനിടയ്ക്ക് പ്രൈമറി അധ്യാപകനായിട്ട് ചേർന്ന് ഗ്രാജുവേഷൻ ജോലിയിലിരിക്കെ BAയും BEഡും എടുത്തിരുന്നു. അപ്പോൾ ആ കെയർ ഓഫിൽ അവിടെ 2 വർഷം കോട്ടയം ജില്ലയിലെ അന്ന് കോട്ടയം ജില്ലയിലായിരുന്ന രാജപുരം, ചിത്തിരപുരം, വെള്ളത്തൂവ എന്ന 2 സ്കൂളിൽ ജോലി ചെയ്യേണ്ടി വന്നു, ഹൈസ്കൂളിൽ. പിന്നെ ആ ജില്ലയിലെ പ്രൊമോഷൻ സാധ്യത കുറവായതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ല വന്നു. അപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് ഓപ്റ്റ് ചെയ്തു. അങ്ങനെ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് വന്നത് പ്രൈമറി UP സ്കൂൾ അധ്യാപകനായിട്ട് കാപ്പിലാണ്. അന്ന് കാപ്പ് ഹൈസ്കൂളില്ല, UP സ്കൂൾ മാത്രമേ ഉള്ളൂ. അവിടെ വന്ന് UP സ്കൂൾ അധ്യാപകനായി ചേർന്ന് അവിടെ ജോലി ചെയ്തിരുന്നു 2 കൊല്ലം. അപ്പോൾ വീണ്ടും പ്രൊമോഷൻ കിട്ടി. ഞാൻ ഹൈസ്കൂളിലായി പുലാമന്തോൾ ഹൈസ്കൂളിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ വെട്ടത്തൂർ പുലാമന്തോൾ ഹൈസ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് വെട്ടത്തൂർ UP സ്കൂൾ അവിടെ ഒരു ഹൈസ്കൂൾ തുടങ്ങണം എന്ന ആലോചനയിൽ യോഗം ചേരുകയും അതിൽ ഞാനും പങ്കാളിയാവുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രതീക്ഷിച്ച് എന്ന് മാത്രമല്ല, അന്ന് ഹൈസ്കൂൾ അനുവദിച്ചിരുന്നില്ല. ഞാൻ പെട്ടെന്ന് അവിടുന്ന് പ്രൊമോഷൻ കിട്ടി പുലാമന്തോൾ ഹൈസ്കൂളിലേക്കാണ് അവിടുന്ന് പോയത്. പുലാമന്തോൾ ഹൈസ്കൂളിൽ ജോലി ചെയ്യുമ്പോഴാണ് വെട്ടത്തൂർ ഹൈസ്കൂളായത്. അന്ന് പുതുതായിട്ട് എൻ്റെ മലപ്പുറം ജില്ലയിലെ 16ഓളം ഹൈസ്കൂളുകൾ ഒന്നിച്ച് അനുവദിച്ചു. അതിൽ ഹെഡ്മാസ്റ്റർമാർ തുടക്കമായതുകൊണ്ട് ഹെഡ്മാസ്റ്റർമാർ വേണമായിരുന്നു. അത് ഗ്രാജുവേറ്റ് അധ്യാപകരെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ലിസ്റ്റുണ്ടാക്കി DEOയിൽ നിന്ന്. അപ്പോൾ വെട്ടത്തൂരുകാരെ എൻ്റെ പേര് കൊടുത്തു. കാരണം ഞാനവിടെ UP സ്കൂൾ കാപ്പിൽ ജോലി ചെയ്തതായതുകൊണ്ട്. മാത്രമല്ല, ഈ ഹൈസ്കൂളിൻ്റെ ശ്രമത്തിനിടയിൽ ഞാനും ചില വീടുകൾ സന്ദർശിക്കുകയും അവിടുത്തെ ഇതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെൻ്റെ പേര് കൊടുത്തു. എനിക്ക് സൗകര്യമായിട്ട് വെട്ടത്തൂരായിരുന്നു, പുലാമന്തോളായിരുന്നെങ്കിലും ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ കൊടുത്തു. എൻ്റെ ലിസ്റ്റ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹെഡ്മാസ്റ്റർക്ക് ആ സ്കൂളിൽ ആളില്ലാത്തതുകൊണ്ട് പുലാമന്തോൾ ഹൈസ്കൂളിൽ നിന്ന് വിടാൻ മടിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എൻ്റെ അനുവാദത്തോടെ അല്ല ഞാൻ ഈ ലിസ്റ്റ് വന്നതെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ മാറ്റി എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഹെഡ്മാസ്റ്റർ പോയി ശ്രമിച്ചു. അപ്പോൾ ഞാൻ അവരോടൊപ്പം വർക്ക് ചെയ്തതാണെന്നും അവിടെ ജോലി ചെയ്ത ആളാണെന്നും DEOയെ ബോധ്യപ്പെടുത്തുകയും എൻ്റെ സമ്മതം, മാനസികമായ സമ്മതം അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള വിവരം കൊടുത്തു. അപ്പം DEO എന്നെ വിളിച്ച് ഒരു ഉപദേശമൊക്കെ തന്നു. പുതിയ സ്കൂളല്ലേ, അപ്പോൾ കുറച്ച് കാലം പോയി വർക്ക് ചെയ്യൂ, അത് കഴിഞ്ഞ് മാറ്റിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെട്ടത്തൂർ ചാർജ് എടുത്ത് ഹൈസ്കൂള് മദ്രസയിലാണ് ആരംഭിച്ചത്. അത് വെട്ടത്തൂർ ഏറ്റവും കിഴക്കേറ്റത്തുള്ള സ്കൂളല്ലേ, കിഴക്കേറ്റത്താണ്. അന്ന് അലനല്ലൂർക്ക് റോഡില്ലായിരുന്നതുകൊണ്ട് ഹൈസ്കൂൾ കുട്ടികൾ കുറേയൊക്കെ ഹൈസ്കൂളിൽ അവിടെയാണ് പോയിരുന്നത്. പുഴയ്ക്ക് ഒരു പാലമില്ലായിരുന്നതുകൊണ്ട് വളരെ വിഷമായിരുന്നു. പിന്നെ അടുത്തുണ്ടായിരുന്നൊരു ഹൈസ്കൂൾ മേലാറ്റൂരാണ്.
അവിടെ പോകണമെങ്കിലും ബസ് മാറി കയറുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അന്ന്. അങ്ങനെയാണ് ഈ വട്ടത്തൂർ സ്കൂൾ തുടങ്ങിയതും ഞാൻ അവിടെ ചെന്ന് ചാർജ് എടുത്തതും. ചാർജ് എടുത്തു. പിന്നെ സഹപ്രവർത്തകരായിട്ട് ആരെയും ആദ്യം ഉണ്ടായിരുന്നില്ല. ക്രമേണ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് സഹപ്രവർത്തകരെ വെച്ച് തന്നു. അങ്ങനെ സുഖമായിട്ട് അപ്പോൾ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നുകൊണ്ട് ഞാൻ അവരെ രക്ഷിതാക്കളെ യോഗത്തിൽ ബോധ്യപ്പെടുത്തി ഒരു ഡിവിഷനും കൂടെയുള്ള കുട്ടികളെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത വർഷവും നമ്മൾ വിഷമിക്കുക. അതുകൊണ്ട് എങ്ങനെ 60 കുട്ടികളെങ്കിലും ആക്കണം. രക്ഷിതാക്കളെ ഉത്സാഹിച്ച് മേലാറ്റൂരിനും അതിനോടൊക്കെ തെരഞ്ഞു പിടിച്ച് വട്ടത്തൂരേക്ക് സൗകര്യമുള്ള കുട്ടികളെ അങ്ങനെ 60 ചില്ലാനും കുട്ടികൾ സ്കൂളിൽ വന്നു. അങ്ങനെ ആദ്യത്തെ അഡ്മിഷൻ നടത്തി. അത് മദ്രസയിലായിരുന്നു. അതിനുള്ള സൗകര്യങ്ങളൊക്കെ മദ്രസക്കാർ ചെയ്തു തന്നു. അങ്ങനെ ജോലി ചെയ്തു. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കാനുണ്ടായത്. കാരണം എനിക്ക് പരിചയമുള്ള ഏരിയയാണ്. ഞാൻ മലബാറിൽ വന്നിട്ട് ആദ്യം ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അവിടെ തന്നെ അതിനപ്പുറത്തായതുകൊണ്ട് സ്കൂൾ വന്നതുകൊണ്ട് പിന്നെ സ്ഥലമൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഹൈസ്കൂളിന് വിട്ടു കിട്ടിയ സ്ഥലമൊക്കെ എനിക്കറിയാമായിരുന്നു എന്നും. അങ്ങനെ അവിടെ 2 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറൊരാൾ അങ്ങോട്ട് ഹൈസ്കൂള് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ വർഷം ആദ്യം അങ്ങോട്ട് വരാൻ സമ്മതം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ആ സമയത്ത് മാറുകയും ഒരു മാസം അവിടെ രാവിലെ എത്തിക്കുകയും ചെയ്തു. കുട്ടികളെ രക്ഷിതാക്കള് ഒക്കെ ഇന്നത്തെ ഒരു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പോലെയല്ല, വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ട്, മനോഭാവങ്ങൾക്ക് മാറ്റമുണ്ട്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? കാരണം അന്ന് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാഥമിക ഏറിയായിട്ട് ഈ വട്ടത്തൂർ കണക്കാക്കാൻ പറ്റുള്ളൂ. കാരണം ഹൈസ്കൂൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത് തന്നെ. മേലാറ്റൂർ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മേലാറ്റൂരേക്ക് പോകുന്നതിന് യാത്ര അസൗകര്യം, പുഴയ്ക്ക് പാലമില്ലാത്തതുകൊണ്ട് അലനൂർക്ക് പോകാനുള്ള വിഷമം, പിന്നെ ബസ് യാത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ പട്ടിക്കാടേക്കോ മേലാറ്റൂരേക്കോ പോകാനുള്ള വിഷമം. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വളരെ വിഷമം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വട്ടത്തൂർ സ്കൂൾ സ്ഥാപിതമാകുന്നത്. അതെല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ സ്കൂള് കുട്ടികൾക്കാണെങ്കിലും ഇന്നത്തെ മാതിരിയുള്ള വിവിധ പരിപാടികൾ, വിവിധ രംഗത്തേക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. കുട്ടികൾ വരുന്നു, പാഠങ്ങൾ പഠിക്കുന്നു, കഴിയുന്നിടത്തോളം ഹാജര് കിട്ടുന്നു, 8 9ലേക്ക് 9 10ലേക്ക് അങ്ങനെ പോകുന്നു. അതിനിടയ്ക്ക് സ്പോർട്സിനും ഇതിനൊക്കെ പറ്റുന്നതാണെ കൊണ്ടാകുന്നേ ഉള്ളൂ. എന്നുള്ള സൗകര്യം കുറവായിരുന്നു. ഇപ്പം വട്ടത്തൂരാണെങ്കിൽ ഒരു ഗ്രൗണ്ട് പോലും ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറിയപ്പോഴാണ് ഗ്രൗണ്ട് ഉണ്ടായത്. ഞങ്ങളെ കുട്ടികളെ കൊണ്ട് പ്രാഥമികമായിട്ട് ഒരു ഗ്രൗണ്ട് പോലെ എടുക്കാൻ വേണ്ടി കുറ്റിപ്പറിപ്പിച്ച് കുറച്ചൊക്കെ അധ്വാനിച്ച് പണിക്കാരെ കൂട്ടി നിരപ്പല്ലെങ്കിലും ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാനുണ്ടായത്. വേറെ ഒരു സൗകര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെ രക്ഷിതാക്കളെ സ്കൂളുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പല രക്ഷിതാക്കളും സ്കൂളിൽ തന്നെ അന്വേഷിക്കുകയും കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളും പഠിത്തത്തിലല്ലാതെ മറ്റു കാര്യങ്ങളിലൊന്നും സ്പോർട്സിലൊന്നും പങ്കെടുക്കാൻ കഴിയാതിരുന്നുകൊണ്ട് പിന്നെ ശരിയായ രൂപത്തിൽ പഠിച്ചു പോവുകയായിരുന്നു. പക്ഷേ പഠിത്തത്തിലുണ്ടായിരുന്ന വിഷമം പല വിഷയങ്ങൾക്കും ആളില്ല എന്നാണ്. അങ്ങനെ ആ UP സ്കൂളിൽ അവിടെ പ്രൈവറ്റ് സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ഒരു ഹിന്ദി ടീച്ചർ സ്വമേധയാ എന്നോട് പറയാനുണ്ടായത്, സാറേ AOയിൽ നിന്നൊരു അനുവാദം വാങ്ങാമെങ്കിൽ ഒരു ദിവസം ഞാൻ വന്ന് പഠിപ്പിക്കാം. അങ്ങനെ അന്നത്തെ AO എനിക്ക് പരിചയം ഉണ്ടായിരുന്നുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അനുവാദം വാങ്ങി. അങ്ങനെ ആ UP സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ഹിന്ദി ടീച്ചർ, വിജയലക്ഷ്മി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എനിക്ക് കൃത്യം അവർ സ്വമനസാലെ യാതൊരു പ്രത്യുപകാരവും ഇല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം വന്ന് അവിടെ ഹിന്ദി പഠിപ്പിച്ചിരുന്നു. ഹിന്ദി ടീച്ചർ വരുന്നവരെ. അത് ബാക്കി സ്റ്റാഫൊക്കെ
എംപ്ലോയി നിന്നൊക്കെ ആയിട്ട് കിട്ടിയത്. കുറച്ച് കഴിയും സ്കൂൾ തുറക്കുമ്പോൾ 8ഉം 9ഉം ക്ലാസ് ഉണ്ടായിട്ടും സ്കൂൾ തുറന്ന് 1 മാസത്തോളം ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എംപ്ലോയിയിൽ നിന്ന് വരുമ്പോഴാണ് അങ്ങനെ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അന്തരീക്ഷമായിരുന്നു. രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു.